എല്ലാം പുറത്തിറങ്ങി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. നോഹയും കുടുംബത്തെയും പുറത്തിറങ്ങി. അപ്പൊ ഈ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ എവിടുന്ന് പുറത്തിറങ്ങിയെന്നാ വായിച്ച ആളിനോട് അറിയാമല്ലോ. മൈക്ക് കുടുംബം പെട്ടകത്തിൽ പൊള്ളുകാലെന്ന് വന്നു പെട്ടകം. പുള്ളിക്ക് അങ്ങ് സങ്കടം. പെട്ടകത്തിൽ നിന്ന് അപ്പൊ പെട്ടകത്തിൽ നിന്നായി പുറത്തിറക്കിയത്. അപ്പൊ അതിന് മറുവശമുണ്ട്. അപ്പൊ ആദ്യം പെട്ടകത്തിൽ കയറി ഇല്ലേ? കയറിയത് കൊണ്ടല്ലേ പിന്നെ പുറത്ത് ഇറക്കിയത്. എല്ലാം കൂടെ ഏതാണ്ട് വെള്ളപ്പൊക്കവും മഴയും പേമാരി എല്ലാം കൂടെ ഏതാണ്ട് 371 ദിവസമെന്നാ ഒരു കണക്ക്. 371 ദിവസം മൊത്തം കണക്ക്. അപ്പോൾ ഈ അകത്തോട്ട് കയറാൻ കാര്യം എന്നാ? അകത്തോട്ട് കയറാൻ ഒത്തിരി കാര്യമുണ്ട്. എല്ലാം പറയാൻ ഇന്ന് തുനിയുന്നില്ല. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. നമുക്കറിയാം, തനിയെ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയല്ല എടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചവന്റെ സമീപത്ത് കൊണ്ട് നിർത്തി. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് എല്ലാം നല്ലത് 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 നല്ലതെന്ന് ദൈവം കണ്ടു. ആ ദൈവം തന്നെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വന്നവൻ പറഞ്ഞു, ഇതുപോലെ ഒരു മോശം പരിപാടി എന്നെ സങ്കടപ്പെട്ടിരിക്കും. ഉള്ള കാര്യമാണ്. ദൈവരാസനെ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ചൊന്ന് വായിച്ചോ പെട്ടെന്ന്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. എങ്ങനെയുണ്ട്? വളരെ സന്തോഷത്തോടാ ഇവനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച ദൈവം തന്നെ ഇപ്പം ദൈവം അങ്ങ് ദുഃഖിക്കുക. അതെന്താ ഇങ്ങനെ ദുഃഖിക്കാൻ കാര്യം? അവിടെ 2 പദം കൊടുത്തോണ്ട് മനുഷ്യന്റെ ദുഷ്ടത, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. അപ്പൊ ഈ ഇവര് അകത്ത് കയറാനും ഈ പെട്ടകം ഉണ്ടാക്കാനും വെള്ളപ്പൊക്കം ഉണ്ടാക്കാനെല്ലാം കാരണം പലതാ. അതിൽ ഒന്ന് മനുഷ്യന്റെ ദുഷ്ടത. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. ഞാൻ ഒരു കാര്യം പറയാം, ദുഷ്ടതയോട് ഇടപെടരുത്. കുഞ്ഞുങ്ങളോട് ദുഷ്ടതയോട് ഇടപെടുന്നവരുണ്ട്. മക്കളെ വേറുകൃത്യത്തോട് ഇടപെടുന്ന മാതാപിതാക്കളുണ്ട്. ഇപ്പം 3-4 പിള്ളേരുണ്ടെങ്കിൽ ഈ ചില തള്ളമാർ എന്ന് നുണയും കൊതിയും പറയും. മൂത്തവനെടുക്ക ചെന്ന് നിൽക്കാൻ വേണ്ടി പറയും, ഇളയവനെ പൊരിത്തറ കൊള്ളുതല്ലാത്ത എൻ്റെ മോനെ. അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പം തനിനിറം ഉടനെ ഒരു കൂടിൻ്റെ കുടുംബി പിടിച്ചോണ്ട് ഉള്ളത് എടുത്തോണ്ട് ആ പോക്കൊക്കെ കാണണം. കയ്യാലെ പിടിച്ചുള്ള പോക്കും ഉള്ള കാര്യമായി പറയാൻ ചിരിക്കുന്നത്. അവൻ നടന്നു പോകുമ്പോൾ ചോദിക്കാം, എവിടെ പോകാൻ പറ്റും? അയ്യോ ഞാനൊരുത്തൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞു. അവനോടും പറഞ്ഞു. ഇളയവൻ്റെ വീട്ടിൽ ചെന്നും മൂത്തവൻ്റെ കുറ്റം, മരുമകളുടെ കുറ്റവും ഇങ്ങനെ കണ്ടമാനം നടക്കുന്ന ചില മുതുക്ക് പിടിച്ചതുണ്ട്. ഉണ്ടെന്ന് കുഴപ്പടി എന്നാന്നറിയാം. അവസാനം ആരും കാണുകയല്ല. നീ വെള്ളം ഇറക്കാൻ ഇങ്ങനെ കിടക്കും, ഒരുത്തരും കാണുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും ഞാൻ ദൈവമക്കളോടും പറയും, ഇവിടുത്തെ കാര്യം അവിടെയും പറയരുത്, അവിടുത്തെ കാര്യം
പറയരുത്. പാസ്റ്റർമാരോട് ഞാൻ പറയാറുണ്ട്, മിക്കവരും വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത്. നമ്മൾ പല വീടുകളിൽ ചെല്ലുമ്പോൾ വേറൊരു വീട്ടിലെ കാര്യം ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, അതാ എന്ന് പറഞ്ഞ് അതാ പെട്ടെന്ന് സ്ഥലം മാറ്റാൻ പറയാന്ന്. സ്തോത്രം പറയരുത്, ദുഷ്ടതയോട് ഇടപെടരുത്. മനുഷ്യന്റെ ദുഷ്ടത വലുതാണ്. ചില കണ്ടിട്ടില്ലേ, ചുമ്മാ പോകുന്ന പട്ടിക്കിട്ട് കല്ല് എടുത്ത് എറിയുക. പട്ടി അതിലെ ചുമ്മാ പോകും, ഇവൻ ചുമ്മാ. അതുകൊണ്ട് ഇവന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ പട്ടി ഇങ്ങനെ വില്ലിച്ചാ നിൽക്കുന്നേ. എന്നിട്ട് ഇവൻ രണ്ട് കാലും ഇങ്ങനെ വെച്ചോണ്ടാ പോകുന്നത്. അത് ചവിട്ടാൻ കിളച്ചാലൊക്കെ ചവിട്ടാനില്ലേ കാല്, നീ എന്നെ കാലിങ്ങനെ വെച്ചോണ്ട് പോകുന്നത്. ഒത്തിരി എണ്ണമുണ്ട്. ഞാൻ ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളു. ആട്ടെ, ഈ മനുഷ്യന്റെ ദുഷ്ടത വലുതായി. ദൈവം നല്ല രീതിയിലായി സൃഷ്ടിച്ചത്, നല്ലവനായിട്ടാണ്. പക്ഷെ 3-ാം അധ്യായം പഠിക്കുമ്പോൾ തോട്ടത്തിൽ പാമ്പ് കയറി ചതിച്ച് വഞ്ചിച്ച് അതോടുകൂടി കഷ്ടത, ദാരിദ്ര്യം, മരണം, ഭീതി, വൈരാഗ്യം, എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. 3-ാം അധ്യായത്തിൽ പാമ്പ് കയറിയത് കൊണ്ടാ 4-ാം അധ്യായത്തിൽ കയ്യൻ ഹാബേലിനെ കൊന്നത്. ദൈവരെ തോട്ടത്തിലാക്കിയപ്പോൾ ഒരു പ്രയോഗം പറഞ്ഞു, തോട്ടം കാക്കണം. കാത്തില്ല, അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. 3-4 കാര്യം ദൈവം അവരോട് പറഞ്ഞു. ഏതാ? ആദമനോടും ഹവ്വായോടും. എന്തോ പറഞ്ഞു? ഒരു പാട്ടിന്റെ വരിയില്ലേ, നിധിമരം 4 മുരച്ചാൻ പെറ്റു പരുകി മന്നിടം വാഴ്ന്ന ഉടച്ചാൻ. നിധിമരം 4 ഉരച്ചാൻ പെറ്റു പരുകി മന്നിടം വാഴ്ന്നരുൾ ചെയ്താൻ. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് 1 തോട്ടം കാക്കണം, 2 തോട്ടത്തിൽ വേല ചെയ്യണം, 3 ഇതിനെയെല്ലാം അടക്കി ഭരിക്കണം, 4 സന്താന സമ്പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയണം. ഇതൊക്കെയാ പ്രധാനമായിട്ട് പറഞ്ഞ്. അതിലാദ്യം പറഞ്ഞത് തോട്ടം കാക്കണം. തോട്ടം കാത്തില്ല. തോട്ടം കാക്കാഞ്ഞത് കൊണ്ട് പാമ്പ് തോട്ടത്തിനകത്ത് കേറി. കാരണം തോട്ടം ദൈവത്തിൻ്റെയാ. ഏതൻ തോട്ടം ദൈവത്തിൻ്റെയാ. അപ്പൊ ഈ തോട്ടത്തിലാണ് ഇവരെ ആക്കിയത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത്, തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് മിസ് കോൾ വിട്ട് പരിചയപ്പെട്ടത് ആരാ? തോട്ടത്തിലെ അച്ചായനാണോ? പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. താനെന്നും പറഞ്ഞ കുഴപ്പമില്ല, ശരിയാ. എന്നാലും അമ്മാമ്മ തോട്ടത്തിലെയാ. വീട്ടുപേര് തോട്ടത്തിൽ മേരിക്കുട്ടി, അല്ലെ തോട്ടത്തിൽ തങ്കമ്മ. അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ എൻ്റെ ഒരു ശൈലി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെല്ലാം കൂടെ ഇളകരുത് കേട്ടോ. അമ്മാമ്മയ്ക്ക് ഇപ്പം മിസ് കോൾ വിടുന്നതും വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുന്നതും അമ്മാമ്മയോട് ഹായ് തങ്ക. ആരാ? പാമ്പ്. സ്നേഹം അങ്ങോട്ട് കൂട്ട് തങ്കം. ഈ തോട്ടത്തിലുള്ള അമ്മാമ്മയോട് ഇപ്പൊ കൂട്ടാർക്കാ? വായിച്ചേ മോനെ, 3-ാം അധ്യായം 1 പെട്ടെന്ന് വായിരു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയത്. പാമ്പ് എവിടത്തെയാ? കാട്ടിലെയാണ് പാമ്പ്. അമ്മാമ്മയോ? തോട്ടത്തിലെ. അപ്പൊ തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് കാട്ടിലെ പാമ്പുമായിട്ട് ചങ്ങാത്തം കൂടേണ്ട ഒരു കാര്യവും. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ മീറ്റമൊക്കെ വലിയ മീറ്റമാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ തിരുവാതിര കളിക്കും. അപ്പോൾ ഞാൻ തിണ്ണയിലിരുന്ന് കാണും. ഒരു കുട്ടിയാശാട്ടിയുണ്ട് അവിടെ, പഠിപ്പിക്കുന്നതാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ പഠിപ്പിക്കും. അപ്പം ഒരു വരി ഇങ്ങനെ പാടി കേട്ടിട്ടുണ്ട്.
അവരുടെ രീതിയിലാണ്. കാട്ടിലെന്തുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടം ഭയമുണ്ടെനിക്ക്. ഉറങ്ങിയിരിക്കും. കാട്ടിലെന്തുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടം ഭയമുണ്ടെനിക്ക്. കഥാന കരടി പുലി ചെന്നാൽ കാട്ടുപൊത്തു കരിമ്പുലി കൂട്ടം. കയറി ഇളകരുത്, പാട്ട് വേറെയാ കേട്ടോ. യായി കയറും. അയ്യോ ഓങ്ങുന്ന അതുകൊണ്ട് പാടുന്നില്ല. എങ്ങനെ കയറി പാടിയ അളകും. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, ഈ അമ്മാമ്മ തോട്ടത്തിലെയാ. എന്തിനാ കാട്ടിലെ പാമ്പുമായിട്ട് ചങ്ങാത്തം? നിന്റെ മൊബൈൽ നോക്കുമ്പോൾ അറിയാം നീ ആരാന്ന്. മിസ് കോള് കാണുമ്പോൾ അറിയാം ആരാന്ന്. നിന്റെ വാട്സാപ്പ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം നീ ആരാന്ന്. ഇപ്പൊ ഇങ്ങനെ വെള്ളം കൊണ്ടി ഇരിക്കും പോലെ വന്ന് പമ്മി ഇരിക്കുക ഞായറാഴ്ചയൊക്കെ. അല്ല കണ്ട ഉടനെ സ്തോത്രം, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ തോട്ടത്തിൽ പാമ്പിന് ഇടം കൊടുത്തു, അതുകൊണ്ട് പാപം പ്രവേശിച്ചു. അതിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ട്. ഉത്തമ പുരുഷനെ കണ്ട്. പുരുഷനെ കണ്ട്. ഉത്തമ പുരുഷനെ കണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ 3-ാം അധ്യായത്തിൽ പാമ്പ് കയറി പാപം പ്രവേശിച്ചു. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ അവൻ സ്വന്തം സഹോദരനെ കൊന്നു. കയീൻ ഹാബേലിനെ കൊന്നു. എന്തോ സംഭവിച്ചു നിങ്ങൾക്ക് താഴോട്ടറിയാം. ഈ വെള്ളം പൊങ്ങാനും പെട്ടകം ക്രമീകരിക്കാനും ഒക്കെ കാരണമായി പറഞ്ഞു വരുന്നത് ഒന്ന്, ഒരു കരുണയും ദാക്ഷണ്യവും ദയയില്ലാതെ സഹോദരനെ കൊല്ലുക. പണ്ടൊക്കെ കത്തിക്ക് കുത്തുക, ഇപ്പൊ എല്ലാം എഴുതി കൊല്ലുക. എല്ലാം അവന്റെ കയ്യിലിരിപ്പുണ്ട്. കണ്ണും കടയും കാണാൻ മേലും വന്നിരിപ്പുണ്ട്. അവന് വിരുദ്ധം എഴുതുക. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത, പ്രമാണത്തിന് നിരക്കാത്തത് ഏത് പൊന്നുമോൻ എഴുതിയാലും സൂക്ഷ്മം ദൈവം നിന്നെ പിടിക്കും. അത് സെൻട്രൽ പാസ്റ്ററെ പറ്റി എഴുതിയാലും കൊള്ളാം, ലോക്കൽ പാസ്റ്ററെ പറ്റി എഴുതിയാലും കൊള്ളാം, സഹോദരനെ പറ്റി എഴുതിയാലും കൊള്ളാം, ഏത് പൊന്നു മോൻ എഴുതിയാലും സൂക്ഷ്മം ദൈവം നിന്നെ പിടിക്കും. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കയ്യും നിർമ്മല. 10 പുത്തം കിട്ടാൻ വേണ്ടിയായി എഴുത്തേ. അത് ഒതകുമോ? ഇവന്റെ സന്തതിക്ക് ഒതകുമോ? ഇവൻ ഒതകുമോ? ഒരുത്തൻ എഴുതിപ്പോയി. എന്ത് ഓരോരുത്തനും എഴുതി എന്ത് ഇപ്പം പുസ്തകം വായിക്കുന്നു ഉള്ള കാര്യമായി പറയാൻ എന്ത് ഇവനില്ല. എത്ര എണ്ണം എഴുതി അറിയാമല്ലോ ഇല്ലേ? ആരെ പറ്റി എഴുതി? അവരിപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ട്. ഈടെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം. ഇവിടെ കൈവെടിപ്പായിരിക്കണം. ചൊല്ലങ്ങ് എഴുത്തോ, നല്ല കാര്യം എഴുതിക്കൂ. ഒരു കൃപയാ. എല്ലാവർക്കും എഴുതാനുള്ള കൃപ ഇല്ല. അതിന് വരം ലഭിച്ചവരുണ്ട്. നന്നായിട്ട് എഴുതും. നന്നായിട്ട് മറ്റുള്ളവർക്ക് ആത്മീക വർധനയും അവർക്ക് പ്രചോദനവും അവരെ നന്നായി ശ്ലാഘനീയമായതിന് നല്ല കാര്യങ്ങൾ എഴുതിക്കൂ. ഉപദേശവും എഴുതിക്കോ, വചനവും എഴുതിക്കോ. വ്യക്തിഹത്യ പാടില്ല. ഒട്ടൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കൊല്ലുക. ദൈവത്തിന് മഹത്വം.
5-ാം അധ്യായം, ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടികയാണ്. എല്ലാവരും മരിച്ചെന്നാ. ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേന മരിച്ചു, മഹലേൽ മരിച്ചു, യാരദ് മരിച്ചു, മെഥൂശലഹ് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു, എല്ലാം മരിച്ചു 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 മരിച്ചു. അവിടെ ഒരു പറവുണ്ട്, പിന്നെ അവൻ മരിച്ചു. പിന്നെ അവൻ അങ്ങനല്ലേ മോനെ, 5-ാം അധ്യായത്തിൽ എല്ലാ കണ്ണികയിലും ഇല്ലേ പിന്നെ അവൻ മരിച്ചെന്നാ. വായിച്ചു ഓരോ കണ്ണികയുടെ ഒടുവിൽ പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിക പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിക പിന്നെ അവൻ മരിച്ചു. പിന്നെ എന്നെ പേടിയാന്ന് വായിക്കൂ. പുള്ളിക്ക് പിന്നെ അവൻ മരിച്ചു. എന്നെ മരണം ഇത്ര പേടിയാ. അവനല്ലേ മരിച്ച മോഹമായിര്. വായിച്ചു. പിന്നെ അവൻ മരിച്ചു. ആ എല്ലാം വായിച്ചില്ലല്ലോ. ആ ഉള്ളതാട്ടി രാത്രി ഇത്രയിലും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. അതിന് മുമ്പിലൊരു വാക്യമുണ്ട്, ഇത്ര കൊല്ലം ജീവിച്ചിരുന്ന് പിള്ളേരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. അങ്ങനല്ലേ? അങ്ങനെ ചേർത്തൊന്ന് വായിച്ചു. അതിന് വേറൊരു കാര്യം മനസ്സിലാകും. ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. പിന്നെ അവൻ മരിച്ചു. അടുത്ത വായിച്ചു. ശേത്തിന്റെ ആയുഷ്കാലമാകെ 922 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. ഏനോശിന്റെ ആയുഷ്കാലമാകെ 905 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. അല്ലെന്ന് അതിന്റെ മേളിൽ അവൻ പിള്ളേരെ ജനിപ്പിച്ചെന്നും കൂടെ ഒരു പദമുണ്ട്, അതുകൂടെ ചേർത്ത് വായിക്കണം. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. 807 സംവത്സരം 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇനി ശേത്തിന്റെ ആയുഷ്കാലമാകെ 912 സംവത്സരമായിരുന്നു, പിന്നെ അവൻ മരിച്ചു. അടുത്ത കണ്ണിക വായിച്ചേ. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. ഏനോശിനെ 90 വയസ്സുള്ളപ്പോൾ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചു. 815 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു എന്നെല്ലാരെയും പറ്റി. 2, ഇന്നയാളിനെ ജനിപ്പിച്ച ശേഷം ഇത്ര കൊല്ലവും കൂടെ ജീവിച്ചിരുന്ന് പിന്നെ പുത്രന്മാരെയും ജനിപ്പിച്ചു. അങ്ങനെ. പക്ഷേ ഹാനോക്കിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. വായിച്ചേ മോനെ 5-ന്റെ. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം. അല്ല, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിരു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അടുത്തത് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും. എന്താ മനസ്സിലായി? മറ്റുള്ളവരെ പറ്റി എല്ലാം എഴുതിയിരിക്കുന്നത് ഇന്നയാളെ ജനിപ്പിച്ച ശേഷം ഇത്ര കൊല്ലം ജീവിച്ചിരുന്ന് പിന്നെ മക്കളെ ജനിപ്പിച്ചെന്ന. പക്ഷേ ഹാനോക്കിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച് പിന്നെ ഒരു 300 കൊല്ലം ആ മനുഷ്യത്ത് ദൈവത്തോടു കൂടെ നടന്നെന്ന. ആരോട് പറയാൻ? ഏതപ്പാ ഗോതമംഗലം. ദൈവത്തിന് മഹത്വം. അത് വിവരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനൊക്കെ എല്ലാം വഴിവിട്ട് നടക്കുക, ദുഷ്ടത വലുത്. മാത്രമാണോ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായി സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ നോഹയുടെ കാലത്തെ പറ്റി പറയാ, വിറ്റും നട്ടും തിന്നും കുടിച്ചും. ഇപ്പോഴത്തെ കാലം അതല്ല, എല്ലാം റിയൽ എസ്റ്റേറ്റ് അല്ലേ. വിൽക്കുക, നടുക, തിന്നുക. കല്യാണത്തിനൊക്കെ ചെന്ന് ചിലതിന്റെ ആർത്തിയൊക്കെ കാണുക. എന്തുവാന്ന് എന്റെ ദൈവമേ, അങ്ങ് പരമേശമായിട്ട് കിടക്കും. ഇടിച്ചൊരു കയറ്റവും കയറി കഴിഞ്ഞാൽ എവിടെയും മര്യാദയ്ക്ക് ഇരിക്കും. ഇങ്ങനെ കന്നു പോകും പോലും. പെന്തിക്കോസുകാരും കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ കഴിക്കുകയും ചെയ്യും. ഞാൻ ഉപദേശിമാരോട് പറയും, വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ ഉടനെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം, ഇല്ലേ ഇതുങ്ങളെല്ലാം കഴിക്കുമ്പോൾ എല്ലാം ദീനവും തണ്ണോ. ആട്ടെ, വിറ്റും നട്ടും തിന്നും കുടിച്ചും. ഭക്ഷണത്തിനല്ലയോ കൂടുതൽ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നേ, ഇല്ലയോ? അതെ, ഭക്ഷണം വേണ്ടെന്നല്ല, പക്ഷെ അമിത. നിങ്ങൾ പെന്തിക്കോസുകാരുടെയൊക്കെ കല്യാണത്തിന് ചെന്ന് എന്തോ ദൂർത്തടിയാണെന്നറിയാമോ? ആർഭാടം. അതെ, ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. വിളിക്കുന്നവർക്ക് യോഗ്യമായിട്ട് ഭക്ഷണം കൊടുക്കണത് ഒരു നാട്ടു നടപ്പ്, ഒരു കീഴ്വഴക്കമാണ്.
ഒരു ചോറ് കളയരുത്. ദൈവം നിന്നെയെല്ലാം ന്യായം വിധിക്കും. ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയാണ്. 10-100 പേര് ചിലപ്പോൾ കാണും. ഒത്തിരി പേര് വന്നതാ, നീക്കുകയല്ല. എന്നാന്ന് കാര്യം പിടികിട്ടി കാണുമല്ലോ. അതാ ഒത്തിരി വന്നതെല്ലാം കൂടെ നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 10-600 പേര് കണ്ടതിന് വന്നിവനിങ്ങനെ വയ്യ കുറുക്കനെ പോലൊക്കെ പമ്മി നോക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാക്കി ഈ ചേമ്പ് ഈ കലത്തിനകത്ത്. എന്നിട്ട് അവൻ കലവും ചേമ്പുമായിട്ട് അങ്ങ്. ഞാനും കൂടെ പറയും, ഇരുന്ന് മെനക്കെടരുത്, പെട്ടെന്ന് പൊക്കോളാൻ പറയും. ഇവിടുത്തെ രീതി നിന്നെ പ്രതി ഇവിടുത്തെ ഈ സിസ്റ്റത്തിനൊന്നും മാറ്റം വരുത്തുകയല്ല. നീ ഇതിനോട് യോജിക്കുകയല്ലാതെ ഇത് നിന്നോട് യോജിക്കുകയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള രീതികളാണ്. പക്ഷേ ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് കൂട്ടായ്മ ആരംഭിച്ച് അന്ന് മുതൽ അതാ എനിക്ക് സന്തോഷം. ഇദ്ദേഹത്തോട് എല്ലാ ഞായറാഴ്ചയും വരുന്നവർക്കെല്ലാം ഭക്ഷണമുണ്ട്. അത് ദൈവം ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ കർക്കശമായിട്ട് പറയും, ഒരു ചോറ് കളയാനൊക്കത്തില്ല, കൂട്ടാനും കളയാനൊക്കത്തില്ല. ചിലക്ക് അങ്ങ് ആർത്തിയാ, മേടിക്കുമ്പോൾ എല്ലാം ഇഞ്ഞ് ഉടഞ്ഞുവിടാൻ കണ്ണിട്ടയ്ക്ക് തരികാതെ എല്ലാം മേടിച്ച് ഉമ്മ ഇല്ല പാന്തി തിന്നും പോലിരുന്ന് കഷ്ടമെന്നോ ഉള്ള കാര്യമായി പറയാന്ന്. ഇനി ഇത് കൂടുതൽ എന്നാ പറയാം. ആര് ഭക്ഷണം തന്നാലും നന്നായിട്ട് അധ്വാനിച്ചതിൻ്റെ ഫലമായത്. അത് അമേരിക്കക്കാർ തന്നാലും പേർഷ്യക്കാർ തന്നാലും നാട്ടിലുള്ളവർ തന്നാലും നമ്മുടെ ദൈവമക്കൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഒരു വിഹിതമായി കിട്ടുന്നത്. അല്ല എന്നെ രാത്രി തന്നെ കള്ളനോട്ടടിയുണ്ടോ? പിന്നെ റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, വണ്ടിപ്പണിക്ക് പോകുന്നവരുണ്ട്, മാത്രമല്ല അടുക്കള പണിക്ക് പോകുന്നവരുണ്ട്, മുനിസിപ്പാലിറ്റി ജോലിയുള്ളവരുണ്ട്, ഗവൺമെൻറ് സർവീസിൽ വീണ്ടും വേറെ ജോലികളുള്ള എല്ലാവരും. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് വചനത്തെ ഭയപ്പെട്ട് ദൈവകുഞ്ഞുങ്ങളെ ആദരിച്ച നമുക്ക് 10 രൂപ തരുന്നേ. അപ്പോൾ അതുകൊണ്ടായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു ചോറ് കളയരുത്. ഞാൻ ഞങ്ങളുടെ സഭയെ കർക്കശമായി പറയും. മാത്രമല്ല നിങ്ങൾ ഞാൻ ഈ എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ നടക്കും. അല്ല യോഗം കഴിഞ്ഞ ഉടനെ എൻ്റെ ഞാൻ കഴിച്ചു ഞാൻ പോവുക, ശുശ്രൂഷയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. വിശ്വാസി കഴിച്ചോ എടുത്തോ ഒന്നും അവർക്ക് വിഷയമല്ല. അവരുടെ പങ്കുമായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇങ്ങനെ നടക്കും. അത് തീർന്നില്ല. അതേപോലെ സജ്ജാനൊക്കെ അവിടെ വന്നിട്ടുള്ളത് ജേസനും. എന്നിട്ടേ ഈ വേസ്റ്റ് കളയുന്നിടത്ത് ഞാൻ പോയി നിൽക്കും. അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കും. ലാസ്റ്റേ കഴിക്കുള്ളൂ. അവിടെ നിൽക്കും. കൊണ്ടുവന്ന് കളയുന്ന എനിക്കൊന്ന് കാണണം, ഇതന്നെ കളയുന്നെന്ന്. അപ്പം ചിലർ ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ബാക്കിയും കൂടെ വേസ്റ്റ് അല്ല, ഈ സാമ്പാറിനകത്തുള്ള കഷണമൊക്കെ ചിലക്ക് ഇറങ്ങുകയല്ല. നല്ല വെള്ളരിക്കയൊക്കെ നല്ലതല്ലേ, അവന് ചിക്കൻ മാത്രമേ ഇറങ്ങുകയുള്ളൂ. വേണ്ടെങ്കിൽ വിളമ്പുന്ന സമയത്ത് പറയണേ എനിക്കിത് വേണ്ട. പ്ലേറ്റിൽ മേടിച്ചേച്ച് അവിടെ കൊണ്ട് കളയാനൊക്കത്തില്ല. മനസ്സിലായോ? കളഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല, അവിടെ നിർത്തി തീറ്റിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ചോറ് കളയരുത്.